ഡ്രസ്സിങ്ങൊക്കെ ഒരു വല്ലാത്ത കോലമാണ്. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുന്നതും അവരൊത്തിരി അനുഗ്രഹിക്കുന്നതും പരിശുദ്ധാത്മ സന്ദർശനത്തിൽ അവർ വാവിട്ട് കരയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. മറ്റവരെ ദൈവം തൊടുന്നു പോലും. ഞാൻ വലിയ പുള്ളിയാണെന്നുള്ള രീതിയിലാണല്ലോ വന്നിരിക്കുന്നത്. ഞാനാണ് ദൈവത്തേക്കാൾ കൂടുതൽ, എനിക്കാണ് വിശുദ്ധി എന്ന് പറയുന്നവരെ ദൈവം പതുക്കെ അങ്ങ് ബൈപ്പാസ് ചെയ്തങ്ങ് പോകും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ തിങ്കളാഴ്ച നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ മാസത്തെ അവസാനത്തെ വീക്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു വലിയൊരു എംപവറിങ് ഒരു സ്പിരിറ്റ് നമ്മളെ സജ്ജമാക്കുന്ന, സൂപ്പർ നാച്ചുറലായിട്ട് നമ്മളെ സജ്ജമാക്കുന്ന, നമ്മളെ ശാക്തീകരിക്കുന്ന ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ചലനം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മളൊരു 52 days ഒരു സ്പെഷ്യൽ പ്രെയറിൽ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഒന്നടങ്കം ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 52 ദിവസത്തെ ഈ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവികമായ വിധത്തിൽ തീർപ്പുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ, ദൈവം സ്ഥാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവൻ നിവൃത്തിയാക്കുന്ന, തീർപ്പുകൾ കൽപ്പിക്കുന്ന ഒരു ആഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞങ്ങളിതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ മിഡ് ഡേ ഫയർ എന്ന പേരിലൊരു സ്പെഷ്യൽ പ്രെയർ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:45 വരെ, 2:45 വരെയുള്ള സമയത്താണ്. അത് സൂമിലൂടെയുള്ളൊരു പ്രാർത്ഥനയാണ്. സൂമിൽ എനിക്ക് തോന്നുന്നു 500-ലധികമൊക്കെ ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കും അതിനകത്ത് പങ്കെടുക്കാം. അടുത്ത 2-3 ആഴ്ച കൂടെ മാത്രമേ ഉള്ളൂ. 21-ാം തീയതി ഈ പ്രാർത്ഥന അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ വൈകുന്നേരം 9 മണിക്ക് സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ നടപ്പാകുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമ്മളെ അതിശക്തമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ സ്പോൺസർ, ഒരു കോ സ്പോൺസറാണ്, മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മുന്നേറ്റമുണ്ടാകുവാൻ, മകൻ്റെ എഞ്ചിനീയറിംഗ് എക്സാമിൽ നല്ല റിസൾട്ട് ഉണ്ടാകുവാൻ, സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കുവാൻ, സഹോദരിയുടെ ഭർത്താവിന് ജോലി ലഭിക്കുവാൻ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ സന്തോഷ വാർത്ത പറയാനുണ്ട്. പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയുടെ ഒരു വാട്സപ്പ് ചാനൽ ഇതിനോടകം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഒരു QR കോഡും ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ വാട്സപ്പ് ചാനലിൽ, അതൊരു ചാനലാണ്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ചെയ്യേണ്ട കാര്യം ഈ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഡീറ്റെയിൽസ് കാണും, അതിനകത്തേക്ക് കയറുക. ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസവും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കേണ്ട മെസ്സേജുകൾ, അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ, ബ്ലെസ്സിങ് ടുഡേയുടെ മീറ്റിങ്ങിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ലഭിക്കുവാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പലർക്കും അദ്ദേഹം പേഴ്സണലിയൊക്കെ ബ്രോഡ്കാസ്റ്റ് വഴിയൊക്കെ പലതൊക്കെ അയച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതുകൊണ്ട് ഈ ചാനലിലേക്ക് കയറുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം സ്നേഹപുരസരം ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 8-ാം തീയതി നടക്കുന്ന ആ മീറ്റിംഗ് നമുക്ക് വർക്കലയിലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 1-ാം തീയതി തുടങ്ങി നമ്മുടെ വയ്യു ടൂർ പ്രോഗ്രാം നടക്കുകയാണ്. വയ്യുവിൻ്റെ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അവരുടെ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ്, അവിവാഹിതരായിട്ടുള്ള ആളുകൾക്കാണ് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ മാതാപിതാക്കൾ അത് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ടൂറുമായിട്ട് നിങ്ങളുടെ ഇടങ്ങളിലോട്ടൊക്കെ നേമായും ടീമും ഒക്കെ വരികയാണ്. ദയവായി അതിൽ പങ്കെടുക്കുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 27 മൺഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, ആത്മീയ വിവേചനം. ഇപ്പോൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. ഇന്ന് ലൈവായി കാണുന്നവർ, ഇതിന് ശേഷം റീപ്ലേ കാണുന്നവർ ആരായിരുന്നാലും പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ആരും പേരിടണമെന്നില്ല, നാളും അതുപോലെ നാടും ഒന്നും ഇടണമെന്നില്ല. പക്ഷേ
ഇന്നത്തെ ഫോക്കസ് വേർഡ് ടൈപ്പ് ചെയ്തിടുക. സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, ആത്മീയ വിവേചനം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കാമോ? 2 Corinthians chapter 2 and verse number 10. The Spirit searches all things, even the deep things of God. ആത്മാവ് സകലവും ആരായുന്നു, സകലവും അന്വേഷിക്കുന്നു, സകലവും തേടുന്നു. ഈവൻ ദ ഡീപ്പ് തിങ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആത്മാവ്. ഇംഗ്ലീഷിലാണെങ്കിൽ അവിടെ സ്പിരിറ്റിൻ്റെ സ്പെല്ലിങ്ങിൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ എസ് ആണ്, അപ്പർ കേസ് എസ്. അത് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യും. ഈവൻ ദ ഡീപ്പ് തിങ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആഴങ്ങളെയും. അതാണ് 1 Corinthians 2:10 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഇന്നത്തെ ഡെക്ലറേഷൻ, പ്രഖ്യാപനം. ദ ഹോളി സ്പിരിറ്റ് ഗ്രാൻസ് മീ ഡിസേൺമെൻറ്റ്. പരിശുദ്ധാത്മാവ് എനിക്ക് വിവേചനം നൽകുന്നു. ഐ സീ ബിയോണ്ട് അപ്പിയറൻസസ് ആൻഡ് റെക്കഗ്നൈസ് ഗോഡ്സ് വിൽ. പ്രത്യക്ഷമായതിനപ്പുറത്തേക്ക് കാണാനും ദൈവഹിതം തിരിച്ചറിയാനും എനിക്ക് സാധിക്കുന്നു. ഇതാണ് ഇന്നത്തെ പ്രഖ്യാപനം. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ഇന്നത്തെ വചനഭാഗങ്ങൾ ദയവായി എല്ലാവരും ഒന്ന് വായിച്ച് ഇന്ന് തന്നെ ടിക്ക് ചെയ്യുക. ആത്മീയ വിവേചനം, സ്പിരിച്വൽ ഡിസേൺമെൻറ്റിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായും 4 കാര്യങ്ങൾ. നമ്പർ 1, ഡിസേൺമെൻറ്റ് ഈസ് സീയിങ് തിങ്സ് ആസ് ഗോഡ് സീസ് ദം. ദൈവം കാണുന്നത് പോലെ സകലവും കാണുന്നതാണ് വിവേചനം. ദാറ്റ് ഈസ് വണ്ടർഫുൾ. നമ്മുടെ കണ്ണിലൂടെ കാണാതെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനുള്ള കഴിവാണ് വിവേചനം, അല്ലെങ്കിൽ വിവേചനവരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. മെനി പീപ്പിൾ സീ ഈവൻസ്. പലരും കാണുന്നത് സംഭവങ്ങളാണ്, മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളാണ് അവർ കാണുന്നത്. ഡിസേൺമെൻറ്റ് സീസ് വാട്ട് ഈസ് ബിഹൈൻഡ് ദ ഈവൻറ്റ്സ്. എന്നാൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ പിന്നാമ്പുറത്ത്, പശ്ചാത്തലത്തിൽ, പുറകിൽ എന്ത് നടക്കുന്നു, അതാണ് വിവേചനപരമുള്ളവർ കാണേണ്ടത്. മെനി പീപ്പിൾ ഹിയർ വേർഡ്സ്. ഒത്തിരി പേരും പല വാക്കുകളും കേൾക്കുന്നു. ബട്ട് ഡിസേൺമെൻറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദ വേർഡ്സ്. എന്നാൽ ഈ വാക്കുകളുടെ പുറകിൽ, ഈ ശബ്ദത്തിൻ്റെ പുറകിലുള്ള ആത്മാവേതാണ് എന്ന് വിവേചിക്കുന്നതാണ് വിവേചനപരം, ആത്മാക്കളുടെ വിവേചനം. ഡയറക്ട് പ്രിൻസ് എന്ന ദേവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: ബിഹൈൻഡ് എവറി വോയിസ് ദർ ഇസ് എ പേഴ്സൺ. ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അതിൻ്റെ പുറകിലൊരു വ്യക്തിത്വമുണ്ട്, ഒരു വ്യക്തിയുണ്ട്. എന്നാൽ അവരിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരാത്മാക്കളോ പൈശാചിക ശക്തികളോ ആയിരിക്കും ഇവരെ ആ വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കുന്നത്. വെൻ സാമുവൽ looked at Jesse's sons, he was impressed by appearance. ഉദാഹരണത്തിന് നമ്മുടെ പ്രവാചകവര്യനായ ശമൂവേൽ ഈശായുടെ വീട്ടിൽ ചെന്ന സമയത്ത്, ഓ മൈ ഗോഡ്, അദ്ദേഹത്തിൻ്റെ 7 മക്കളും ഒന്ന് നിരന്നു നിൽക്കുകയാണ്, ഒന്നൊന്നിനും വെച്ച്. വെൽ ബിൽറ്റ് ബോഡി, മിലിറ്ററി ഗൈസ്. അതായത് ഏറ്റവും മൂത്തവരൊക്കെ മിലിറ്ററിയിലാണ്. ഭയങ്കര ബോഡിയുള്ള, വെൽ ബിൽറ്റ് ബോഡിയുള്ള, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഒരു രാജാവാക്കാൻ കൊള്ളാം. അങ്ങനെയാണ്. പക്ഷേ ഗോഡ് ലുക്ക്ഡ് ഡീപ്പർ. ദൈവം നോക്കുന്നത് എന്താണ്? അവനെ ഞാൻ തള്ളി. സൺ നമ്പർ 2 തള്ളി, 3 തള്ളി, 5 തള്ളി, 6, 7 എല്ലാം തള്ളി. ഇനി ഒരുത്തനുണ്ട്. പക്ഷേ അവനെ പ്രസൻറ്റ് ചെയ്യാൻ പോലും, ഒരു പ്രവാചൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് രാജാവാക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെക്കാൻ പോലും ലുക്കില്ല, ഒട്ടും ലുക്കില്ല. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃഷഗാത്രൻ. ദാറ്റ് മീൻസ് ഹി വാസ് വെരി സ്ലിം, ഹി വാസ് വെരി തിൻ. ഏറ്റവും ഉള്ളതല്ലേ, വളരെ മെലിഞ്ഞ കൊല്ലുന്നൊരു പയ്യൻ. ഇത്രയും വലിയൊരു പ്രയർ മീറ്റിംഗ് നടന്നിട്ട് വിശിഷ്ടാതിഥി വന്നിട്ട് വിളിച്ചു പോലുമില്ല. അവനവിടെ ആടനെ നോക്കി നടപ്പുണ്ട്. 1 ശമൂവേൽ 16:7 ആ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? പീപ്പിൾ ലുക്ക് അറ്റ് ദി ഔട്ട്വേർഡ്. ജനങ്ങൾ പുറമേയുള്ളത് കാണുന്നു, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു. ഔട്ട്വേർഡ് അപ്പിയറൻസ്, ബട്ട് ദ ലോർഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. എന്നാൽ ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു, ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നു.
യോഹന്നാൻ 7:24 സ്റ്റോപ്പ് ജഡ്ജിങ് ബൈ മിയർ അപ്പിയറൻസസ്. പുറമേ കാണുന്നത് നോക്കി നിങ്ങൾ ന്യായം വിധിക്കരുത്. ഒത്തിരി പേർക്ക് നമുക്കും പറ്റാവുന്നൊരു അബദ്ധമാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട്. പുറമേ കാണുമ്പോൾ നമുക്ക് ചിലരൊക്കെ ഭയങ്കരമായി നമ്മൾ അകത്ത് നിന്ദിക്കുകയോ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്യും. പലപ്പോഴും അതിൻ്റെ പുറകിലെ കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. പണ്ടൊരിക്കലും ഒരു ദേവദാസനുണ്ടായ അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ടീനേജിലുള്ള മോന് വീട്ടിലേക്ക് വന്നപ്പോൾ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അവനൊരു പ്രത്യേക രീതിയിൽ അവൻ്റെ ഒരു ഡ്രസ്സ് വിട്ട് തൊപ്പിയൊക്കെ ഇങ്ങനെ വെക്കേണ്ട തൊപ്പി തിരിച്ചു വെച്ച് ഒരു വല്ലാത്ത ഷേപ്പിൽ കയറി വന്നേ. അപ്പോൾ ഇദ്ദേഹം മോനോട് പറഞ്ഞു, ഓ ഇങ്ങനെയുള്ളവന്മാരെ കൂടെയാണ് നീ നടക്കുന്നത്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, പപ്പ അവന് ലുക്കീമിയാണ്, അവന് ട്രീറ്റ്മെൻറ്റിലൂടെ പോവുക, റേഡിയേഷൻ എന്തൊക്കെയോ ഹെവി ഡോസ് മെഡിക്കേഷനിലാണ്, മുടിയെല്ലാം പോയി. അതുകൊണ്ട് അവന് ഈ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ആ വല്ലാത്ത ഒരു തിന്നായി അവൻ വല്ലാതെ ആയിപ്പോയി. അതിനുവേണ്ടി അവനിങ്ങനെ തൊപ്പിയൊക്കെ തിരിച്ചു വെച്ച് നടക്കുന്നതേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഹി ഹാഡ് എ ഗിൽറ്റി കോൺഷ്യസ്നെസ്. പെട്ടെന്ന് അങ്ങ് വിഷമം തോന്നി. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ജഡ്ജ് ചെയ്തല്ലോ എന്നോർത്ത്. അപ്പം നമ്മൾ പലപ്പോഴും എന്നോടൊക്കെ പലരും പറഞ്ഞു, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ചർച്ച കയറ്റിയിരിക്കുന്നത്. അവരുടെ ഡ്രസ്സ് കണ്ടില്ലേ, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആരാധനയ്ക്ക് വരല്ലേ എന്ന് പറ പാസ്റ്ററെ എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ള പോളിസി ഉള്ളവനാണ് ഞാനും. എന്നാൽ ആദ്യമായി വരുന്ന പലരും ഒരുപക്ഷെ അവർക്കിതൊന്നും അറിയില്ല. ബ്ലെസ്സിങ് ടുഡേ പോലുള്ള കൂട്ടായ്മകളിലേക്ക് വരുന്നവർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദൈവരാജ്യം എല്ലാ വക മീനെയും പിടിക്കുന്ന ഒരു വലിയ ഡ്രാഗ്നെറ്റ് എങ്ങനെ ഇതിനെ പറയേണ്ടത്, വലിച്ചു കയറ്റുന്ന ടൈപ്പ്, വല വീശിയ ശേഷം വലിച്ചു കയറ്റുന്ന ഡ്രാഗ്നെറ്റ് പോലെയാണ്. എല്ലാ ടൈപ്പും ഉണ്ട് അതിൽ. ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേ പോലുള്ള കൂട്ടായ്മകളിലേക്ക് ഓരോ മീറ്റിങ്ങിലും പലരും പുതുതായിട്ടാണ് വരുന്നത്. അവർക്കിതിൻ്റെ ഡ്രസ് കോഡോ എങ്ങനെ വരണമെന്നോ ദൈവം ആരാണെന്നോ ഒന്നും അറിയില്ല. പലരും വിളിച്ചുകൊണ്ട് വരുന്നത് ആദ്യം തന്നെ ഇതൂരി അടുത്ത കടയിൽ പോയി നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാടാ എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവൻ്റെ നിത്യജീവനെയാണ് നമ്മൾ തടുക്കുന്നത്. ഒരുപക്ഷെ ആ ഷേപ്പിൽ തന്നെ വരട്ടെ, എന്നിട്ട് പതുക്കെ ആക്കിയെടുക്കാം. അങ്ങനെയുള്ള രൂപാന്തരം ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. സോ കുറേശ്ശെ ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് രീതി, ദൈവം ഇതാണെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെത്താൻ ഇവർക്ക് രൂപാന്തരം തുടങ്ങും. അതല്ലാതെ വരുന്ന വഴി തന്നെ അടുത്ത ആഴ്ച വൈറ്റ് ഡ്രസ്സ് ഇടാതെ ഇതിൻ്റെ അകത്ത് കയറരുത്, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിരിക്കണം, എല്ലാവരും മീശ വയ്ക്കണം അല്ലെങ്കിൽ മീശ വടിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ ആദ്യമേ പറഞ്ഞാൽ ഇവിടെ നോക്കിയ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കും. ഞാൻ കണ്ടിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസം പറഞ്ഞോട്ടെ. വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് ഞാൻ ദൈവവേദലാണ് എന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന പലരും, എന്നുവെച്ചാൽ പുറത്തൊക്കെ ഭയങ്കര പരിവേഷം, നല്ല ബൈബിളൊക്കെ ഇങ്ങനെ പിടിച്ച് വളരെ ഭക്തിയോടുകൂടി വരുന്ന പലർക്കും പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനമോ ഒന്നും ലഭിക്കാതെ ആ ഭക്തിയുടെ വേഷത്തിൽ അങ്ങ് പോകുമ്പോൾ ഇങ്ങനെ വന്നു കയറുന്ന ഒരുപക്ഷെ ഡ്രസ്സിങ്ങൊക്കെ ഒരു വല്ലാത്ത കോലമാണ്. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുന്നതും അവരൊത്തിരി അനുഗ്രഹിക്കുന്നതും പരിശുദ്ധാത്മ സന്ദർശനത്തിൽ അവർ വാവിട്ട് കരയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. മറ്റവരെ ദൈവം തൊടുന്നു പോലുമില്ല. ഞാൻ വലിയ പുള്ളിയാണെന്നുള്ള രീതിയിലാണല്ലോ വന്നിരിക്കുന്നത്. ഞാനാണ് ദൈവത്തേക്കാൾ കൂടുതൽ, എനിക്കാണ് വിശുദ്ധി എന്ന് പറയുന്നവരെ ദൈവം പതുക്കെ അങ്ങ് ബൈപ്പാസ് ചെയ്തങ്ങ് പോകും. ഇതൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട്. എൻ്റെ അർത്ഥം എല്ലാവരും ഇങ്ങനത്തെ കോലത്തിൽ വരണമെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ. എൻ്റെ അർത്ഥം എന്നെ മിസ്കോട്ട് ചെയ്യരുത്. സദൃശവാക്യങ്ങൾ 3:21 പ്രിസർവ് സൗണ്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസേൺമെൻറ്റ്. അതായത് നല്ല രീതിയിൽ വിവേചനവും നല്ല രീതിയിൽ വിധിക്കാനും നമ്മൾ ശീലിക്കണം. സ്പിരിച്വൽ മെച്യൂരിറ്റി ബിഗിൻസ് വെൻ വി സ്റ്റോപ്പ് ഇവാലുവേറ്റിംഗ് ലൈഫ് മിയർലി ബൈ വാട്ട് ഈസ് വിസിബിൾ. പുറമേ കാണുന്ന
കാര്യങ്ങൾ, പ്രത്യക്ഷമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മൂല്യം നിശ്ചയിക്കുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി നിർത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ പക്വതയ്ക്ക് തുടക്കമിടുന്നത്. എന്ന് വെച്ചാൽ ദൈവം കാണുന്നത് പോലെ നാം കാണാൻ തുടങ്ങുമ്പോഴാണ് ആത്മീയ പക്വത ഒരാളിൽ തുടങ്ങുന്നത് പോലും. നമ്പർ 2, ഡിസേൺമെൻറ്റ് കംസ് ത്രൂ ഇൻറ്റിമസി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. വിവേചനം വരുന്നത് പരിശുദ്ധാത്മാവുമായുള്ള ഉറ്റബന്ധത്തിലൂടെയാണ്. ശ്രദ്ധിച്ചായിരുന്നോ? പരിശുദ്ധാത്മാവുമായുള്ള ഉറ്റബന്ധത്തിലൂടെയാണ് എന്ത് വരുന്നത്? വിവേചനം വരുന്നത്. ഹലോ വിവേചനത്തിന് വേണ്ടി ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, പരിശുദ്ധാത്മാവുമായുള്ള അടുത്ത ബന്ധം പുലർത്തണം. അപ്പോൾ അവിടെ Paul says the Spirit searches the deep things of God. ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഞാൻ സാധാരണ ഈ വചനം പറയുമ്പോൾ പറയാറുള്ളൊരു കാര്യം നിങ്ങളോടും പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഗൂഗിളോ സഫാരിയോ ഇങ്ങനെയുള്ള ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ പരിശുദ്ധാത്മാവാണ്. അവൻ്റെ കണ്ണുകൾ, 7 ആത്മാക്കളാകുന്ന കണ്ണുകൾ ലോകം എമ്പാടും ഊടാടിക്കൊണ്ടിരിക്കുന്ന, അഥവാ എല്ലായിടത്തും ഇങ്ങനെ സർവേലൻസ് എന്ന് പറയുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബ് മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടാണ് 7 ആത്മാക്കൾ ആകുന്ന 7 കണ്ണുകൾ. അത് പൂർണ്ണതയെ കാണിക്കുന്നതേ ഉള്ളൂ. അത്രത്തോളം, അതായത് ഒരു സ്കാനിങ് ആൻഡ് സർവേലൻസ്, CC ക്യാം, യു ആർ അണ്ടർ CC ക്യാം സർവേലൻസ് എന്നൊക്കെ ചില സ്ഥലത്ത് എഴുതി വെച്ച് കാണും. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ചില സ്ഥാപനങ്ങളൊക്കെ എഴുതി വെച്ച് കാണും. എൻ്റെ അർത്ഥം മര്യാദ കാണുന്നു, ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും ചെയ്യേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡിന് അവിടെ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും മോഷ്ടിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്താൽ അവിടെ പിടിക്കാൻ ആളുണ്ടെന്ന്. അപ്പോൾ മര്യാദ കുട്ടന്മാരായിട്ട് ഇരുന്നോളാൻ ഉള്ളൊരു വാണിംഗ് എന്നേ ഉള്ളൂ. പക്ഷേ അത് റെക്കോർഡഡാണ്. വീഡിയോയും വോയിസും ഒക്കെ ഒരുപക്ഷെ റെക്കോർഡഡായിരിക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ. പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ ക്യാമറ കണ്ണുകൾ. അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. എബ്രായ ലേഖനം 4:13. The Holy Spirit knows God's mind, God's purposes, God's ways, etc. പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ മനസ്സറിയാം, പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ ഉദ്ദേശ്യമറിയാം, പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ വഴികളറിയാം, ദൈവത്തിൻ്റെ ആഴങ്ങളറിയാം. Therefore, discernment is not primarily a skill to be learned. അതുകൊണ്ട് വിവേചനം എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു നൈപുണ്യമല്ല, ഒരു കഴിവല്ല. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ടു ബി കൾട്ടിവേറ്റഡ്. റിലേഷൻഷിപ്പ് ടു ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഷുഡ് ബി കൾട്ടിവേറ്റഡ്. നാം വികസിപ്പിച്ചെടുക്കേണ്ട ദൈവവുമായുള്ള, പരിശുദ്ധാത്മാവുമായുള്ള ഉറ്റബന്ധമാണ് അവിടുത്തെ ആവശ്യം. യോഹന്നാൻ 16:13. The Spirit of truth will guide you into all truth. സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. അഥവാ ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് വഴി നടത്താനും പരിശുദ്ധാത്മാവ് മതി. എത്ര പേർ പ്രാർത്ഥിക്കും? ഇപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ, ദൈവത്തിൻ്റെ ആഴങ്ങളറിയാൻ, ദൈവത്തിൻ്റെ ഹിതമറിയാൻ, ദൈവത്തിൻ്റെ വഴികളറിയാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളറിയാൻ പരിശുദ്ധാത്മാവുമായുള്ളൊരു ചങ്ങാത്തം, സഖിത്വം എനിക്ക് നൽകണമേ. റോമാലേഖനം 8:27. The Spirit understands the mind of God. ആത്മാവ് ദൈവത്തിൻ്റെ മനസ്സറിയുന്നു. അവിടെയും ക്യാപിറ്റൽ S ആണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മനസ്സറിയുന്നു. Psalm 25:14. സങ്കീർത്തനങ്ങൾ 25:14. The Lord confides in those who fear him. തന്നെ ഭയപ്പെടുന്നവരെ, കർത്താവ് തന്നെ ഭയപ്പെടുന്നവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവരെ വിശ്വസിക്കുന്നു. People who walk closely with God often recognize what others overlook. ദൈവവുമായി ചേർന്ന് നടക്കുന്ന മനുഷ്യർ, അവർ മറ്റുള്ളവർ കാണാത്തത് അവർക്ക് കാണാൻ കഴിയും. നോഹയ്ക്ക് ആരും കാണാത്തത് കാണാൻ കഴിഞ്ഞു. ഹനോക്കിന് ആരും കാണാത്തത് കാണാൻ കഴിഞ്ഞു.
ദൈവവുമായി അടുത്ത് നടക്കുന്നവർക്ക് മറ്റു മനുഷ്യർ കാണാത്തതിനെ കാണുവാനുള്ള കൃപ ലഭിക്കും. 2 സുഹൃത്തുക്കളുണ്ടെന്നിരിക്കട്ടെ, ഉറ്റ സുഹൃത്തുക്കളാണ്. അതിലൊരാൾ മറ്റേയാൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ, മറ്റേയാൾ എന്തെങ്കിലും ഫേസ് എക്സ്പ്രഷൻ കാണിക്കുമ്പോഴറിയാം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ദീർഘനാളായുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആരെങ്കിലും പറയുകയാണ് ആ സുഹൃത്തിനെ കുറിച്ച്, അയാൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? വി ആർ വെരി ക്ലോസ്. ഇത്രയും വർഷമായി ഞാൻ കൂടെ നടക്കുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളെ എനിക്ക് നന്നായിട്ടറിയാം. ഐ നോ ഹിസ് പേഴ്സണാലിറ്റി. ഇതുപോലെയാണ് ദൈവവുമായി അടുത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻസും പേർപ്പസസും എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഇടയാകും. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദ ക്ലോസർ വി വാക്ക് വിത്ത് ഗോഡ്, ദ ക്ലിയർ ഹിസ് വോയിസ് ബിക്കംസ്. എത്രത്തോളം അടുത്ത് ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കുന്നുവോ അത്രത്തോളം തൻ്റെ ശബ്ദം നമുക്ക് വ്യക്തമാകും. ക്ലാരിറ്റി. പ്രാർത്ഥിച്ചു. നമ്പർ 3, ഡിസേൺമെൻറ്റ് പ്രൊട്ടക്ട്സ് us ഫ്രം ഡിസെപ്ഷൻ. വിവേചനം വഞ്ചനയിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് വിവേചനം ഉണ്ടാകണം. ഒത്തിരി പേര് വഞ്ചനയിലും ചതിവിലും സ്കാമുകളിലുമൊക്കെ കുടുങ്ങാൻ കാരണം വിവേചനമില്ലാത്തതുകൊണ്ടാണ്. നോട്ട് എവറിത്തിങ് ദാറ്റ് അപ്പിയേഴ്സ് സ്പിരിച്വലി ഈസ് ഫ്രം ഗാഡ്. ആത്മീയമെന്ന് തോന്നുന്ന പരിവേഷമുള്ള എല്ലാം ദൈവത്തിൽ നിന്നാകണമെന്നില്ല. ഒത്തിരി പേര് ചതിക്കപ്പെട്ടിട്ടുണ്ട്. നോട്ട് എവറി ഓപ്പൺ ഡോർ ഈസ് ഗോഡ്സ് ഡോർ. മുമ്പിൽ തുറന്നു കിട്ടുന്ന എല്ലാ വാതിലുകളും ദൈവം തുറന്ന വാതിലുകളാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല. നോട്ട് എവറി ഓപ്പർച്യൂണിറ്റി ഈസ് എ ഡിവൈൻ അസൈൻമെൻറ്റ്. തുറന്നു വരുന്ന, മുമ്പിൽ വരുന്ന എല്ലാ അവസരങ്ങളും ദൈവികമായൊരു നിയോഗമാണെന്ന് നമുക്ക് സമർത്ഥിക്കുവാൻ സാധ്യമല്ല. ദാറ്റ് ഈസ് വൈ ഡിസേൺമെൻറ്റ് ഈസ് എസെൻഷ്യൽ. സോ ഈ ലോകത്തിൽ ദൈവികവും അല്ലാത്തതുമായ ഗുഡ് ആൻഡ് ഈവിൾ, ഡിവൈൻ ആൻഡ് ഡിമോണിക്, ഇതെല്ലാം ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും വിവേചനം വളരെ ആവശ്യമാണ്. സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് ഈസ് കമ്പൾസറി ആൻഡ് നെസസറി. 1 John chapter 4 verse number 1, ടെസ്റ്റ് ദ സ്പിരിറ്റ്സ് ടു സീ വെദർ ദേ ആർ ഫ്രം ഗാഡ്. നിങ്ങളാകെ ചെയ്യേണ്ടത് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ഈ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളത് തന്നെയോ എന്ന് വിവേചിക്കുവാൻ യോഹന്നാൻ അപ്പോസ്തലൻ പറയാം. ഏതാത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കരുത്. അയ്യോ, എത്രയോ വീട്ടമ്മമാർ, എത്രയോ കുടുംബനാഥന്മാർ, എത്രയോ വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരുപക്ഷെ ഒരു കൂട്ടായ്മയിൽ വളരെ നല്ല രീതിയിൽ ദൈവകൃപയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് വേറൊരു കൂട്ടായ്മക്കാർ വന്നിട്ട്, അയ്യോ അവിടെ പോയോ, തീർന്നു, അവിടെ അല്ല, ഞാൻ അവിടെ രക്ഷിക്കപ്പെട്ടു, എത്ര അത്ഭുതങ്ങളാണ് ദൈവം എനിക്ക് അവിടെ തന്നതെന്നറിയാം. അതൊക്കെ ശരി, അതിനുവേണ്ടി ദൈവം അവർ ഉപയോഗിച്ചെന്നിരിക്കും. പക്ഷേ അവിടെ അവരുടെ ടീച്ചിങ്ങും അവിടെ ഒരു വിശുദ്ധിയോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു ഇതൊന്നും അവിടെ ഇല്ലട്ടോ. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതാ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരും. എത്രയോ പേർ ചതിക്കപ്പെട്ട് കുറേ നാൾ അവിടെ പോയി. കുറേ കഴിയുമ്പോൾ ഈ വിവേചനമില്ലാത്തതുകൊണ്ട് ഏത് ആത്മാവിലാണ് ഇവർ വന്ന് വിളിച്ചത് എന്നറിയാതെ അവിടെ പോയി അവസാനം അവിടെയും പ്രശ്നങ്ങളായി. അവിടെ നിന്നും ചാടി വേറൊരു കൂട്ടായി പോയി, അവിടെയും പ്രശ്നങ്ങളായി. അവസാനം വീട്ടിലിരിക്കും. ഞാനതിനെ പറയുന്നത് ഏറ്റവും അവസാനം ഇരുന്ന് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തോളാം, ഒരു സഭയും ശരിയല്ല എന്ന രീതിയിലേക്ക് അവർ പോളിസി മാറും. അതിന് ഞാൻ പറയുന്നത് അവർ അതിനുശേഷം ഏറ്റവും അവസാനം ഇൻ്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡിൽ അവരങ്ങ് മെമ്പർഷിപ്പ് എടുക്കും. ഇൻ്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓൺലൈനിലിരുന്ന് കാണുക. ഇൻ്റർനാഷണൽ, അന്താരാഷ്ട്ര ദൈവസഭയിൽ എനിക്ക് അംഗത്വമുണ്ട്, എനിക്ക് ആ ഒരു പാസ്റ്ററും വേണ്ട, ഒരു കൂട്ടായ്മയും വേണ്ട. എന്തുകൊണ്ട് സംഭവിച്ചു? ആദ്യത്തെ ഇൻവിറ്റേഷനിൽ തന്നെ ഒരു ചതിവുണ്ടായിരുന്നു. നേരെ ദൈവം നട്ട ഒരു കൂട്ടായ്മയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഇയാൾ വിളിച്ച സമയത്ത് പെട്ടെന്ന് വിചാരിച്ചു, ദാറ്റ് ഈസ് വെരി അട്രാക്റ്റീവ്. ഇതാണ് ഹവയ്ക്ക് തോന്നിയത്. ദാറ്റ് സീംസ് വെരി അട്രാക്റ്റീവ്. അത് അഭികാമ്യമാണ്, തിന്നുവാൻ കൊള്ളാം, കാണാൻ കൊള്ളാം, സോ ഗുഡ്. അതിൻ്റെ പുറകെ പോകുന്നു. എന്നാൽ വിശ്വസ്തത എന്ന് പറയുന്നത് അത്യല്പത്തിൽ ദൈവമാക്കി വെച്ച കൂട്ടായ്മയിൽ തന്നെ നിന്ന് വളരുക. എബ്രായർ ലേഖനം 5:14, mature believers have trained themselves to
ഡിസ്റ്റിങ്വിഷ് ഗുഡ് ഫ്രം ഈവിൾ. പക്വത പ്രാപിച്ചവർ, വളർച്ചയെത്തിയവർ, അവർ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ഉള്ള പ്രാപ്തി ലഭിച്ചവരാണ്. മത്തായി 24:24 ഫാൾസ് പ്രോഫറ്റ്സ് വിൽ അറൈസ് ആൻഡ് ഡിസീവ് മെനി. കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അനേകരെ വഞ്ചിക്കും. പ്രത്യേകിച്ച് അന്ത്യകാലത്തെക്കുറിച്ച് യേശു പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ പ്രവാചകൻ തന്നെയാണ് പേര്, പാസ്റ്റർ തന്നെയാണ് പേര്. കള്ളപ്രവാചകന്മാർ മാത്രമല്ല, കള്ള പാസ്റ്റേഴ്സുണ്ട്, കള്ള അപ്പസ്തോലന്മാരുണ്ടെന്ന് വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലെ എഫേസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയും, നിങ്ങൾ കള്ള അപ്പസ്തോലന്മാരെ കണ്ടുപിടിച്ചു. അവർക്ക് അത് വിവേചിക്കാൻ പറ്റി. അപ്പസ്തോലന്മാരെന്ന് പേരുണ്ട്, പക്ഷേ ഇതിൻ്റെ പുറകിൽ ഭോഷ്കിൻ്റെ ആത്മാവുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. വിശ്വാസികൾക്ക് മനസ്സിലായി, സഭയ്ക്ക് മനസ്സിലായി. കള്ള ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, കള്ള ഉപദേഷ്ടാക്കന്മാരുണ്ട്. എല്ലാത്തിനും നല്ലതുണ്ടെങ്കിൽ ഒരു കള്ളത്തരമുള്ളതും പുറകിൽ കാണും. സുവിശേഷകനെന്ന് പറഞ്ഞ ചില ഭവനങ്ങളിൽ കയറി വലിയ നാശങ്ങൾ ഉണ്ടാക്കിയ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് എല്ലാ വിശ്വാസികളെയും വിശ്വസിക്കരുത്, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, എല്ലാ ശുശ്രൂഷകരെയും വിശ്വസിക്കരുത്. വിവേചനം വേണം. എങ്ങനെ കിട്ടും? പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടന്നാൽ നമുക്ക് മനസ്സിലാകും, ഓ സംതിങ് റോങ് വിത്ത് ദാറ്റ് ഗായ്. വചനമൊക്കെ പുല്യമായി പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അപാകതയുണ്ടെന്ന് അകത്ത് ഒരു ഫീലിംഗ് കിട്ടും. അകത്ത് തന്നെ പരിശുദ്ധാത്മാവ് വിലക്കും. നോ നോ നോ. അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൺ ഓഫ് Satan's greatest weapons is not persecution but deception. ക്രിസ്ത്യാനികളത് വിശ്വാസികളെ പീഡിപ്പിക്കുന്നൊരു പരിപാടി സാത്താനുണ്ട്. സാത്താൻ ചിലരെ തടവിലാക്കും, സാത്താൻ ചിലരെ പീഡിപ്പിക്കും സാത്താൻ. എന്നാൽ അതിനേക്കാൾ ഡേഞ്ചറസ് ആണ് വഞ്ചിക്കുക. പെർസിക്യൂഷനൊന്നുമില്ല, ആരും പീഡിപ്പിക്കാനൊന്നും വരുന്നില്ല, പക്ഷേ ചതിവിൽ കുരുക്കി വിശ്വാസം കളയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കൂട്ടായ്മകളും സഭകളിൽ നിന്ന് ഭയങ്കരമായ ഹേർട്ട് കിട്ടി അവസാനം മനസ്സിലാവും ഒരെണ്ണം ശരിയല്ല, ഒരു സഭയും ഒരു പാസ്റ്ററും ഒരു പ്രവാചകനും ശരിയല്ല, ദൈവവും ഞാനും മാത്രമേ ശരിയുള്ളൂ എന്നൊരു കൺക്ലൂഷനിലെത്തിയ അങ്ങനെയാണ് അവർ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ അവസാനം എത്തുന്നത്. ഇതിന് കാരണം പലപ്പോഴും വിവേചനപരമില്ലായ്മയാണ്. കള്ളനോട്ടുകളെ തിരിച്ചറിയാൻ ബാങ്ക് ഓഫീസേഴ്സിന് പ്രത്യേക പരിശീലനം കിട്ടും. അതിനുള്ള ഉപകരണങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൻജൻസ് പലപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചില നോട്ടുകൾ ഒറിജിനലിനെ വെല്ലുന്നതാണ്, വ്യാജൻ. അപ്പോൾ എത്രയോ നോട്ടുകൾ, കള്ളനോട്ടുകൾ ഒരുപക്ഷെ നമ്മുടെ കൈകളിലൂടെ വന്ന് പോയി കാണും. പക്ഷേ ഇത് വിവേചിക്കാൻ ആർക്കും അറിയാത്തത് കൊണ്ട് നമ്മളാരും അറിയുന്നില്ല. ഒരു 500 രൂപ നോട്ടോ 100 രൂപ നോട്ടോ ഏതെങ്കിലുമൊക്കെ നോട്ടോ പലപ്പോഴും നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് കള്ളനോട്ടായിരിക്കാം. എന്നാൽ ഇത് മനസ്സിലാക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കള്ളനോട്ട് അപ്പോൾ പറയും. ഈ വിവേചനമാണ് ആത്മാവിൽ നമുക്ക് ആവശ്യം. കൈവർത്തി പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് തരണേ പറ. എങ്ങനെ ഈ ബാങ്ക് ഓഫീസേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കുന്നു? എന്നും കൈകാര്യം ചെയ്യുന്നതല്ലേ, കണ്ടാലറിയാം. ഡോക്ടേഴ്സിനറിയാം. ഡോക്ടേഴ്സ് പലപ്പോഴും ഒന്ന് നോക്കി ചില കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെയില്ലേ. കാരണം അവരെ എന്നും ഇത് ചെയ്ത് പെട്ടെന്ന് ഡയഗ്നോസിസ് അറിയാം. നമ്മൾ കാണാത്തത് അവരതിൻ്റെ പുറകിൽ കാണാൻ തുടങ്ങും. The best protection against deception is intimacy with truth. സത്യവുമായുള്ള ഉറ്റബന്ധവും അടുപ്പവുമാണ് വഞ്ചനയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൻ്റെ കവചം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യം അറിയാൻ ദൈവജനം ഒത്തിരി അറിയണം, ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒത്തിരി അടുത്ത് ജീവിക്കണം. നമ്പർ 4, the last one, discernment helps us cooperate with God's timing. വിവേചനം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയക്രമവുമായി സഹകരിക്കാൻ അത് നമ്മെ സഹായിക്കും. Many believers know God's promises but struggle with God's timing. ഒത്തിരി വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം ഒത്തിരി വാഗ്ദത്തങ്ങൾ കൈ പിടിച്ചേക്കുക. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല, ഒരിക്കലും അവൻ മാറില്ല. ഇതെല്ലാം അറിയാം. പക്ഷേ വാട്ട് അബൌട്ട് ടൈമിങ്? ഇത് എന്ന് നടക്കും? ഈ എന്ന് നടക്കുമെന്നുള്ളത് അറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവവുമായി
നമുക്കൊരു ഉറ്റ ബന്ധമില്ലാത്ത വിവേചനപരമുണ്ടെങ്കിൽ അത് മനസ്സിലാവും. സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ. ഡിസേൺമെൻറ്റ് ഹെൽപ്സ് us recognize not only what God is doing but when He is doing it. അപ്പോൾ ഈ ഡിസേൺമെൻറ്റ് ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമല്ല, എപ്പോൾ അവനത് ചെയ്യും എന്നുകൂടെ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. അവിടെയാണ് 1 ദിനവൃത്താന്തം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനത്തിൽ ഇസ്സാഖാർ ഗോത്രത്തിലുള്ള ചിലർ പെട്ടെന്നവർക്ക് സമയവും കാലവും വിവേചിച്ച് മനസ്സിലാക്കാൻ ദൈവത്തിന് കൃപ കിട്ടി. എന്ത് ചെയ്യണമെന്നും മനസ്സിലായി. അപ്പോഴാണ് അവർ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഇനി ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് ഇതുവരെ ആയിരുന്ന കൂറുമാറി പെട്ടെന്ന് ദാവീദിനോട് ചേർന്നു. ഇനി നിന്നെയാണ് ദൈവം രാജ്യത്തെ ഏൽപ്പിച്ച് ഉയർത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് ചേർന്നു. എന്തുകൊണ്ട്? അവർക്ക് വിവേചനമുണ്ടായതുകൊണ്ട്. ഒത്തിരി പേര് എതിർപ്പാർട്ടിൽ ചേർന്ന് ഒരു പൊട്ടി. സഭാപ്രസംഗം 8:5 The wise heart will know the proper time and procedure. ജ്ഞാനമുള്ളൊരു ഹൃദയം ശരിയായ സമയവും ശരിയായതെന്ത് ചെയ്യണമെന്നുള്ളതും മനസ്സിലാക്കും. യെശയ്യാവ് 30:21 This is the way, walk in it. വഴിതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവിൻ എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ വിസ്ഡം നോസ് വാട്ട് ടു ഡു. ജ്ഞാനം, കഴിഞ്ഞ ദിവസമൊക്കെ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ജ്ഞാനത്തിന് എന്ത് ചെയ്യണം എന്നറിയാം. ബട്ട് ഡിസേൺമെൻറ്റ് നോസ് വെൻ ടു ഡു ഇറ്റ്. എന്നാൽ വിവേചനമുണ്ടെങ്കിൽ അത് എപ്പോൾ ചെയ്യണമെന്ന് മനസ്സിലാവും. ഒന്നുകൂടി പറയാം, ജ്ഞാനമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവും. വിവേചനപരമുണ്ടെങ്കിൽ അത് എപ്പോൾ ചെയ്യണം എന്നുകൂടെ മനസ്സിലാവും. ദൈവത്തിൻ്റെ ടൈം ലൈൻ മനസ്സിലാവും. പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ ഈ പറഞ്ഞ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ഒരു ലൈക്ക് കൊടുക്കുക. എനിക്കല്ല കേട്ടോ, വചനം എൻ്റെ അല്ല, ദൂതൻ്റെ അല്ല. ഒരു ലൈക്ക് കൊടുത്താൽ യേശുവിനാണെന്ന് മനസ്സിലാക്കണം. പറഞ്ഞേ, യേശുവിന് ഒരു ലൈക്ക് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഷെയർ ബട്ടൺ, ഫോർവേഡ് ബട്ടണൊക്കെ ഉണ്ട്, അതൊക്കെ പ്രസ് ചെയ്ത് ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കണം. പിശുക്കല്ലേ, സ്വാർത്ഥത നമുക്ക് വേണ്ട, എല്ലാവർക്കും കൊടുക്കുക. ബിക്കം എ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങ് ഏറ്റെടുക്കുക. വിതരണക്കാരെ മൊത്തമായും ചില്ലറയായി വിതരണം ഏറ്റെടുക്കുക. ഒത്തിരി പേർക്ക് നാണമില്ലാതെ അയച്ചു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടും. കർത്താവെ, ഈ ആത്മീയ വിവേചനം എല്ലാവർക്കും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കണമേ. അതുപോലെ രോഗികളായവരെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് വയ്യാതായിട്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വയ്യാതായിട്ടാണ്. പലപ്പോഴും ഇത് നിങ്ങളുടെ ഒരു പ്രതിഭാസമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സൈക്കിളിൽ നിന്നും ഈ വ്യക്തി പുറത്തു വരട്ടെ. അതുപോലെ ഗ്ലാൻഡുകൾ, ഈ ഗ്രന്ഥികളുണ്ട്, കണ്ണുനീർ ഗ്രന്ഥിയായിരിക്കാം, ഈ ഇയർ ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, ഇങ്ങനെ ഗ്ലാൻഡുകൾക്ക് പ്രശ്നമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഓവറിയിൽ പ്രശ്നമുള്ള ചില സഹോദരിമാർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ജനങ്ങളെ അങ്ങ് തൊടുന്നതിനായി നന്ദി. ഹൃദയത്തിലെ വേദനകളെ യേശുവെ അങ്ങെടുത്ത് മാറ്റുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുപോലെ സാമ്പത്തിക വഴികൾ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്ന കൈകൾ നീട്ടി നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഏത് വിഷയം ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ്, ഞാൻ ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.